എറണാകുളത്ത് മലയാറ്റൂരിലെ 19-കാരിയുടെ മരണം കൊലപാതകം. ആൺ സുഹൃത്ത് അലനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കല്ലുപയോഗിച്ച് തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്ന് പ്രതിയുടെ മൊഴി. പെൺകുട്ടി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് പോലീസ്. അലൻ ചിത്രപ്രിയയുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ശരൺ ചേരുന്നുണ്ട്. ശരൺ, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് അലനെ കാണാൻ സാധിക്കും. ഇതിനുശേഷമാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പ്രണയത്തിൽ അലന് തോന്നിയ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇരുവരും ചേർന്ന് മദ്യപിച്ചു. അതിനുശേഷമാണ് ഈ തർക്കമുണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അലൻ മാത്രമാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്നാണോ പോലീസ് കരുതുന്നത്? ശരൺ, അരുൺകുമാർ, നിലവിൽ അലൻ മാത്രമാണ് ഈ കുറ്റകൃത്യം, അതായത് അലൻ മാത്രമാണ് പ്രതി എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശനിയാഴ്ചയാണ് ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതിനുശേഷം കാണാതാകുന്നു. പിന്നീട് പോലീസിൽ പരാതി നൽകുന്നു കുടുംബം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നത്. നമ്മൾ രാവിലെ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പ്രതി അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിലെത്തുന്നതിന്റെ CCTV ദൃശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം, മറ്റ് 2 പേർ കൂടി ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ ആ ക്രൈം സ്പോട്ടിലേക്ക് വന്നിട്ടില്ല. മറിച്ച് ചിത്രപ്രിയയും അലനും മാത്രമാണ് ആ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനിടയിൽ തർക്കമുണ്ടാകുന്നത്, നേരത്തെ ബാറിൽ പോയി മദ്യപിച്ച ശേഷമാണ് 2 പേരും അവിടേക്ക് വന്നിരുന്നത്. അതിനുശേഷം ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അലന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതായത് ചിത്രപ്രിയയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം, അത് പറഞ്ഞുകൊണ്ടുള്ള തർക്കം ഇരുവരും തമ്മിൽ ഉണ്ടാകുന്നു. അതിനിടയിലാണ് നിരത്ത് കടന്ന കല്ല് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കൂടി ഇപ്പോൾ പോലീസ് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി പോലീസിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ കൂടി വരേണ്ടതുണ്ട്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ചിത്രപ്രിയയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ആ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലാണ് ഇനി പ്രധാനമായി മാറുക. അതായത് ഈ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരിക ഇതാണ്. ഇതിനകം പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്താനുണ്ടായിരുന്ന 2 കാരണങ്ങൾ. ഒന്ന്, ഈ ശരീരത്തിൽ വലിയ പാടുകളുണ്ട്, മുറിവേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ തൊട്ട് സമീപത്ത്, മൃതദേഹം കിടന്നിരുന്ന അതിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ രക്തക്കറ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്ല് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു നിഗമനത്തിലേക്കും പോലീസ് എത്തിച്ചേർന്നത്. അതിന് പിന്നാലെയാണ് ഈ പ്രതിയായ അലന്റെ കുറ്റസമ്മത മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി വച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാടിന് നടുക്കിയ വലിയൊരു സംഭവമായി ഇത് മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 3 ദിവസമാണ് ചിത്രപ്രിയയ്ക്കായിട്ട് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നത്. അങ്ങനെ തെരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു പ്രതി മാത്രമാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ശരണാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തുള്ളിൽ നമുക്കതിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അലൻ മാത്രമേ ഉള്ളോ, അലനോടൊപ്പം മറ്റ് കൂട്ടുപ്രതികളുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അലനെ മാത്രമല്ല കാണാൻ കഴിയുന്നത്, മറ്റു കൂട്ടാളികളെയും കാണാൻ സാധിക്കും. പക്ഷേ അവർക്ക് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവരിവിടം വരെയാണ് എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ആരും ഈ ഒഴിഞ്ഞ പറമ്പിലേക്ക് അലനും ചിത്രയ്ക്കുമൊപ്പം പോയിട്ടില്ല എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും നമുക്ക് മനസ്സിലാവൂ. പക്ഷേ ഈ പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണ് എന്നുള്ളതാണ്. അതും ഈ പെൺകുട്ടിക്ക് മറ്റൊരാളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്ന സംശയത്തിന്റെ പുറത്താണ് അലൻ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം.